വാവ് വാട്ട് എ വണ്ടർ വെതർ. ഹേ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ വാഴ വെക്കാനായിട്ട് പോവുകയാണെന്നാണ് തോന്നുന്നത് ഗൈസ്. നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ കൊലയെല്ലാം തീർന്നില്ലേ? എന്തോരം കൊലയായിരുന്നു. അമ്മ കൊടുത്തോന്നില്ല, നമ്മളെല്ലാം തിന്ന് ഇല്ലവാ തിന്ന് മൂത്തമ്മയ്ക്ക് കൊടുത്ത് എല്ലാവർക്കും കൊടുത്ത്. അച്ഛൻ കൃഷി ചെയ്യും, നമ്മൾ തിന്ന്. ജൈവം ഫുൾ ജൈവം. അമ്മ കൃഷി അറിയത്തില്ലല്ലോ, അതെല്ലാം ഞാൻ നട്ട അറിയല്ല, കണ്ടല്ലേ എല്ലാരും വണ്ടടച്ചു. അതുകൊണ്ട് ഇല്ലെന്ന് തോന്നുന്നു, കൊലച്ചില്ലത്. അത് കൊലച്ചില്ല, അത് പോയി കൈപ്പഴയാട്ടോ. അതുകൊണ്ട് ഇപ്രാവശ്യം തന്നെ ഞാൻ വെക്കുന്നത്. എനിക്ക് അപമാനിതനായി ഇങ്ങനെ നിൽക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് ഇരട്ടക്കൊല വീഴുന്ന ഒരു സൈസ് വിത്തുണ്ട്, അതിനെ വെക്കാം. അമ്മ ഇരട്ടപ്പഴം തിന്നാ ഇരട്ട കൊച്ചുണ്ടാവൂലേ? നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് പണ്ട്. നീ ഇരട്ടപ്പഴം തിന്നല്ലോ ഒന്നാള്. എന്നാൽ തിന്ന അപ്പൊ നിനക്ക് ഇരട്ട കൊച്ചുണ്ടാവും. നമുക്ക് ബൈക്കിൽ പോവാൻ കേട്ടാ. ബൈക്ക് എടുത്തിട്ട് കുറെ ദിവസമായി. ഓക്കെ ഗൈസ്, നമുക്ക് പോവാം നേരെ കുടുംബ വീട്ടിലോട്ട്. ഹെൽമെറ്റ് ഇല്ല അല്ലേ അവിടെ വരെ പോയാൽ മതി. അതുകൊണ്ട് മഴ വരുന്നു കേട്ടോ. രണ്ടെണ്ണോ നനയും. തോട്ടിൽ വെള്ളം പോയി നോക്കാല്ലേ. പോയിട്ട് തിരിച്ചു വന്നിട്ട് ഊത്തേ 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 ഊത്തേ. ഓ, ഇതെന്തോന്ന് പിടിച്ചിടക്കുന്ന കുമ്പളങ്ങയമ്മ? ചൊരക്കല്ലേ ചൊരക്കല്ലേ മൂത്തമ്മ? പിന്നെ തടിയങ്കായ. ഓ, മറ്റേ സാമ്പാർ ഇടണ. ഇത് മറ്റേ ഇത് പഞ്ചലോകം കൊണ്ടാവുന്നു ചേട്ടാ. ഇന്നിട്ടാണ് അതിനകത്ത് എന്തിരണ്ടുണ്ട്, നിധിയുണ്ട്. എന്തരാ പണ്ടത്തെ കോരുന്ന തവി അറിയാമോ? പുരാവസ്തുവാ. എന്തി കിട്ടി. എന്തിനാ കിളച്ചപ്പോ എന്തൊരു ഒരു സാധനം കിട്ടിയേട്ടാ, അത് കാണിച്ചുതരാം. ഓ, നിധി. അച്ഛാ ആഴത്തി എടുക്കുക കേട്ടാ, നല്ല കുഴിച്ചെടു. എന്തേലും കാണും. നമ്മുടെ അവന്റെ പ്രാചീന എന്റെ അപ്പൂപ്പന്റെ അപ്പൂപ്പനൊക്കെ മറ്റേ കിണ്ടിയൊക്കെ കൊണ്ട് ഇട്ടിട്ടുണ്ട്. സ്വർണത്തിന്റെ കിണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ടു. 2 കിലോയുടെ ഒരു സ്വർണ്ണ കിണ്ടി കിട്ടിയാലും മതിയായിരുന്നില്ലേ? പണ്ട് കുറെ കട്ടറുമ്പ് തോനെ ഉള്ളിടത്ത് നിധിയാണോ? ഞങ്ങളൊക്കെ കൊച്ചുനാൾ കുറെ കുഴിച്ചതാ കട്ടറുമ്പ് കൂടുന്നിടത്ത്. അതുമല്ല, നമ്മുടെ ഈ ജഡായി പാറേന്റെ അടുത്തല്ലേ. അപ്പൊ ഈ ഐതിഹ്യപരമായിട്ടും മറ്റേ 10 തലയുള്ള പുള്ളിയുടെ വരുന്നത് രാവണൻ. നാളെ ആൾക്കാര് പുരാവസ്തുക്കാരന്റെ മറ്റേ രാവണന്റെ ഇതൊക്കെ തലയിലൊക്കെ കിരീടമൊക്കെ ഉണ്ടായിരുന്നില്ലേ, അതൊക്കെ ഊരി വീണൊക്കെ കാണും. ചിലപ്പോ പറയാൻ പറ്റത്തില്ല. 10 തലയിലും കൂടെ ഇരിക്കുവോ? ഇവിടെ എല്ലാം കളച്ചു കയറുന്ന കേട്ടാ. ഇവിടെ ഏതാണ്ട് ഒരു 10-15 കുഴി എടുപ്പിച്ച് അച്ഛൻ എടുത്തിട്ടുണ്ട്. ഇപ്രാവശ്യം കൂടുതൽ വാഴ വെക്കില്ലേ നമ്മള്? കഴിഞ്ഞ ഒരുപാട് അകലമായി പോയി കാറ്റടിച്ചപ്പോ എല്ലാം കൂടെ കുറെ ഒടിഞ്ഞു വീണു. അതുകൊണ്ട് അടുപ്പിച്ചടുപ്പിച്ച് വെച്ചേട്ടാ. ഓക്കെ, അപ്പൊ അതാണ് ഇപ്പോഴത്തെ അപ്ഡേറ്റ്. ഇനി വാഴ വെക്കുമ്പോഴത്തേനും വരാല്ലേ. ഹേ ഗൈസ്, ദിനം 2 വാഴ നടലിന്റെ 2ാം ദിനം അല്ലേ? അതെ ഗൈസ്. അപ്പോൾ ഇന്ന് പോയി കന്ന് പിടിക്കാൻ പോകട്ടോ. ഇവിടെ ഇപ്പം വന്നതേ ഉള്ളു. ഇവിടെ കുറച്ചൊക്കെ കളച്ചിട്ട് കേട്ടോ. ഭയങ്കര കാടാണ്. അതുപോലെ പാമ്പൊക്കെ ഉണ്ട്, സ്നേക്സ് ഉണ്ട്. സ്നേക്സിനെ ശ്രദ്ധിക്കണം. സ്നേക്സ് അല്ലാതെ എന്തോ? സ്നേക്കും പാമ്പും ഒന്നുമില്ലേ? അച്ഛൻ എന്തരാ ഒരു സാധനത്തിനെ കണ്ടു കേട്ടാ. ഇവിടെ അവിടെ കുഴി എടുത്തിട്ട് വെള്ളവും എല്ലാം ഇവിടെ ഇരിക്കുക. ഞാൻ ഇവിടെ വന്ന് വെള്ളവും കുടിച്ച് കുറെ നേരം കൊണ്ട് വീടിന്റെ അകത്ത് കിടന്ന് അട്ടുമുട്ടും ഉരുളൊക്കെ കേൾക്കുന്നു. ഓ, പിന്നെ ഇനി പേടിപ്പിക്കാനല്ല, ഇതിനകത്ത് ചേര കിടപ്പുണ്ടായിരുന്നു. വന്നെന്തരില്ല, ഇതിലേ വന്ന് ഞാൻ ഇതൊന്നും കാണുന്നില്ലേ, ഞാൻ ഇവിടെ ഇരിക്കുക. ഇതേ വന്നിട്ട് ഈ കുത്തരം ഇവിടെ ഇരിക്കുന്നോണ്ട് ഈ സൈഡിൽ കൂടെ ഇങ്ങനെ വന്നിട്ട് ഇവിടെ വന്ന് ഇതിന്റെ ബാക്ക് വശം അങ്ങ് വീണു കേട്ടെ. ഇത് പുതക്കോന്നും പറഞ്ഞ് ഇവിടെ വീണു. ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കല്ലേ, ഞാൻ എണീച്ചൊരു ഒറ്റ ഓട്ട ഓടിയെന്ന് പറഞ്ഞാൽ ഞാൻ ആ കിണറ്റിനപ്പുറം താഴെ കൂടി ചെന്ന് ചാടി. കാര്യം അപ്പോഴും പേടിച്ചു പോയി. ഇതിന്റെ മണ്ടേന്ന് വന്ന് പുതക്കോന്നും പറഞ്ഞ് ഇവിടെ വന്ന് വീണ്. ഇത് എന്നെ കണ്ടോണ്ട് എനിക്ക് പേടിച്ച് അങ്ങോട്ട് ഒറ്റ ഞാൻ ഈ വഴിക്ക് ഓടി. അങ്ങനെ ഉണ്ടോ? ഇതിനകത്ത് പാവപ്പെട്ടോന്ന് അറിയുന്നില്ല. ഇവിടെ പാമ്പുണ്ട് കേട്ടോ. അതുകൊണ്ട് കാട് കയറി കിടക്കുവാണ്. നമുക്ക് പോയിട്ട് ഇനി വാഴക്കന്ന് മേടിക്കണം കേട്ടോ. കുറച്ച് ഇച്ചിരി കന്നുണ്ടെന്ന് തോന്നുന്നില്ലേ? നമ്മള് കന്ന് മേടിക്കാനായിട്ട് വന്നു കേട്ടോ. ഇതിന്റെ ആനപ്പിണ്ടം കണക്ക് കിടക്കുന്നു അല്ലേ മൊത്തം. നോക്കിയാണ് ആനപ്പിണ്ടം കൂട്ടിയിട്ട് കണക്ക്. ഇതല്ലേ മറ്റേ ഇത് ചുമന്ന കായാണ് കേട്ടോ, മറ്റേ കപ്പപ്പഴം. നല്ല നോക്കി എടുക്കണം, അല്ലെങ്കിൽ പിന്നെ വെക്കുമ്പോഴത്തേക്കും പിന്നെ കൊല വരൂല, ചിലപ്പോൾ നാമ്പ് കാണത്തില്ല അല്ലേ? അച്ഛാ എങ്ങനെയാ വെച്ചാൽ എടുക്കുന്ന? ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ, അങ്ങനെ കുലുക്കി നോക്കിയിട്ടാണ് എടുക്കാൻ. ഏത്തനും റോബസ്റ്റ് മാത്രമേ എടുക്കുന്നുള്ളൂ. ആ ചുവന്ന വഴി അത് നല്ല എനിക്ക് ഇഷ്ടം വെച്ചത്. അത് ഒരെണ്ണം എടുക്കാം. ഒരെണ്ണം ഒരു വർഷം വരെ അവിടെ നിൽക്കാം. അവിടെ നിപ്പുണ്ട്.
ഇപ്പഴും കളിച്ചില്ലേ? പിടിച്ച് ആ. കൊലയൊന്നും നമുക്ക് ചുവന് കിട്ടിയില്ല. ഇതൊരു 30 കന്നുണ്ട്, പിന്നെ ബാക്കി അവിടെ ഉണ്ട്. എല്ലാം കൂടെ ചീനി ഉണ്ട്. ചീനി മേടിച്ചോണ്ട് പോവാം. വയലി ചീനി ഇല്ലേ, കുഴപ്പമില്ല. ചീനിയും കൂടെ മേടിക്കാം കേട്ടാ, നമുക്ക് അവിടെ പോയിട്ട് വേവിക്കാം. ചീനിയും മീൻ കറിയും വേണ്ടേ? അത് ചോദിച്ചാ പോരെ. എന്നാ പുഴുങ്ങാൻ നല്ലതാ? പുഴുങ്ങാൻ നല്ലതാണോ? അല്ലേ? നല്ല ഇല്ല, അത് മേടിക്കാം. അണ്ണൻ പറഞ്ഞത് അത്രേ ഉള്ളൂ, അണ്ണൻ അറിയാം. 1 കിലോ. അമ്മ 1 മതി അമ്മ. 2 കിലോ. കിലോ എന്താ വില? 2.5 കിലോ 100. എല്ലാം ഒരു സൈസ് ചുവന്ന വലി. ആ, 1/2 കിലോ കൂടെ ഇട്. ഇത് 2 ഉള്ളൂ. 2.5 കിലോ എന്നാ പറഞ്ഞ 100 രൂപയ്ക്ക്. 3 കിലോ എന്നാ ഞാൻ എൻ്റെ ബ്ലോഗിൽ പറയാം, സ്ഥലം പറയാം. ഇവിടെ ചീരി ഉണ്ടത് 3 കിലോ 100 രൂപ. എവിടെ ഈ സ്ഥലം? ഈ ഇവിടുത്തെ പേര്? ആ, പനവേലി കൈപ്പള്ളി മുക്കില് പള്ളി കഴിഞ്ഞിട്ട് 2.5 അപ്പൊ മാച്ച്. ചീനി മേടിച്ചേട്ടാ, രാവിലെ കാര്യമായിട്ട് കൊണ്ട് കഴിക്കാൻ പറ്റില്ല ചേട്ടാ, അവിടെ നല്ല വിശപ്പ്. അപ്പോൾ ഇനി നേരെ പോവാ മോര് പിടിക്കാല്ലേ, ഉടമോരടിക്കാം. ഇവിടെ നല്ല അടിപൊളി മോര് കിട്ടും കേട്ടാ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നിട്ട് ഇല്ലായിരുന്നു, കിട്ടിയില്ലേ മോര്? ആ, തീർന്നായിരുന്നു. മീനും കൂടെ മേടിക്കാം കേട്ടാ. കണ്ണൻകഴിയാള, കാരല്, ചാള, പടയപ്പ, കൊഞ്ച്, നെയ്മീന്, വെള്ളപ്പര എല്ലാ ഐറ്റം ഉണ്ട് കേട്ടോ. നമുക്ക് ചെറിയ മീൻ വാള ഉണ്ടേ, ചാള മതി. ഓക്കെ ഗൈസ്, നമ്മൾ മീനും മേടിച്ചിട്ട് വളം എടുക്കാനായിട്ട് വന്ന കേട്ടോ. അല്ല, മീൻ നമുക്ക് കഴിക്കാനാണ്, വളം വാഴയ്ക്ക്. ഞാൻ ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ല. ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്. ഇത് നമ്മുടെ MG സ്കൂളാണ് കേട്ടോ, ആ കാണുന്ന. ഇവിടെ താഴെ മറ്റേ അനാഥമായിട്ട് കിടക്കുന്ന ഗ്രൗണ്ട്. അത് ഇത്രയും നാളായിട്ട് ഇതിൻ്റെ പണിയൊന്നും തീർന്നിട്ടില്ലല്ലേ? എത്ര വർഷമായെന്നറിയാമോ ഈ സ്റ്റേഡിയം ഉണ്ടാക്കാൻ പദ്ധതി ഇട്ടിട്ട് ഇതുപോലെ കിടക്കുന്ന കണ്ടു നോക്കിയാൽ. മൊത്തം കാട് കയറി നശിച്ച് ഒരു സ്റ്റേഡിയമാണ്. ഇത്രയും രൂപയൊക്കെ ചിലവാക്കി എന്തിനാ ഉണ്ടാക്കുന്നത് എനിക്കറിയാൻ വയ്യ. ഇവിടെ പെരപ്പുറത്തൊരു പട്ടി. എടാ നീ എങ്ങനെ എത്തിയടാ അവിടെ? ഡേയ് ഇറങ്ങാൻ വയ്യാണ്ട് നിൽക്കുവാന്ന് തോന്നുന്നു. കുരയ്ക്കുന്നു. കുമ്മായവും മേടിച്ച് എല്ലുപൊടിയും മേടിച്ചു കേട്ടാ. ഈ എല്ലുപൊടി ഈ മനുഷ്യന്റെ അല്ലേ? ഈ മനുഷ്യന്റെ അല്ലേ മറ്റേ ശ്മശാനത്തിൽ നിന്നൊക്കെ എടുത്തോണ്ടിരുന്ന ഈ വാഴ നടുന്നതിന് മുമ്പായിട്ട് കുമ്മായ ഇടും അല്ലേ? കഴിഞ്ഞ പ്രാവശ്യം ഇട്ടായിരുന്നു നമ്മള്? ഇല്ലില്ല, കുറച്ചിങ്ങനെ വിതറുക. ഇതെന്തായിരുന്നു? അമ്പളാംശമൊക്കെ പോയി. നമ്മളിവിടെയൊക്കെ പന്നി ശല്യം ഇഷ്ടം പോലെ ഉണ്ട്. ഈ കോഴിക്കാഷ്ടം, ഈ എല്ലുപൊടി, ഇതൊക്കെ വിഷയങ്ങളാണ്. അപ്പൊ എല്ലുപൊടി മേടിച്ചല്ലോ നമ്മള്. മേടിച്ച് മണ്ണിനടിയിൽ എല്ലി ഇടുന്നത്, വിട്ട് മൂടി കഴിഞ്ഞാൽ പിന്നെ വലിയ മണം അടിക്കത്തില്ല. അമ്മ ഇവിടെ അടുപ്പൊക്കെ കത്തിച്ചേട്ടാ. നമ്മൾ അകത്ത് അടുപ്പ് കൂട്ടിയില്ല, കാരണം അകത്ത് മൊത്തം ഇരുട്ട്. അതുപോലെ കറണ്ടും ഇല്ല. ചീനി വെച്ചിട്ടുണ്ട്. ഇതെന്തിരിക്കുന്ന വെച്ചാ കപ്പ മുറിച്ച് കളയുന്ന കേട്ടോ. അതെന്തരനാ? പൊക്കോ? അത് കുഴപ്പമില്ലായിരുന്നല്ലേ? ഇത് ഇപ്പൊ തലയോടെ ഉണ്ടായിട്ട് വീഴും. ദൈവമേ, നല്ല പൊക്കത്തി പോയി കേട്ടാ, വീട്ടിനെക്കാട്ടിയും പൊക്കത്തിലായി. ഓ, ഇതിന്റെ മണ്ടേന്ന് കാവറിക്കാനും പറ്റൂല അല്ലേ? അല്ലേ, വലിയ തോട്ടമാണ് ഇത്. എവിടെ വീഴും ഇപ്പൊ? ഇത് കയറ് കിട്ടണോ? ഓയ്
കാക്ക നല്ല നീളം ഉണ്ടല്ലേ അതിന്. ഇത് ഒത്തിരി വളർന്നു കഴിഞ്ഞാലേ വീട്ടിന് വേണ്ട വീടും കേട്ടാ, അതാണ് വെട്ടിക്കളഞ്ഞത്. അതുമല്ല കാ പറിക്കണമെങ്കിൽ അങ്ങ് പോണം. ഈ ഇതിനകത്ത് കയറാനും പറ്റൂലേ, ഒളിഞ്ഞു വീഴൂലേ. ആ കട്ടളൊക്കെ പണിയല്ലേ, എല്ലാം പണിയാ. ഉത്തരത്തിനാണ് ഏറ്റവും ബെസ്റ്റ്. എടേ മീൻ ഭയങ്കര അന്യായം നഷ്ടമായി പോയേട്ടാ. 380 രൂപ എല്ലിമ 1 കിലോ മീന്. അതും ചാളയെ മേടിച്ചാ. ശരിയാ, ബീഫ് മേടിക്കാന്ന് വെച്ചാൽ കുറച്ചുകൂടെ പൈസ ഇട്ടിരുന്നു 1 കിലോ. ബീഫും കിട്ടാനില്ല, ബീഫ് വരുന്നില്ല. അത് ഇവിടുന്ന് നമുക്കൊക്കെ ബീഫ് നമ്മളെ ബീഫും പൊറോട്ടൊക്കെ നിന്നാ. നീ അവിടുന്ന് നമ്മൾ മണമുള്ള മുളകോടെ പറിച്ചു വെച്ചിട്ടുണ്ട്. ഒരു ഇച്ചിരി തേങ്ങയും കൂടെ എടുത്ത് ആ മിക്സിയിലിട്ടൊന്ന് 2 അടി അടിച്ചോണ്ട് വരുമോ? ഇതിപ്പോ ജോലിയായല്ലേ. ഞാൻ വീട്ടിൽ പോയി അരച്ചോണ്ട് വന്നോട്ടെ. അത് കറക്റ്റ് ആണോ എന്തോ നോക്ക്. ഞാൻ ഉപ്പൊക്കെ ഇട്ടിനത്. ഉപ്പിട്ടാ കുഴപ്പമില്ല. മഞ്ഞപ്പൊടി, ഉപ്പ്, ഉള്ളി, മുളക്. ഇത് കണ്ടപ്പോ ഇളക്കാൻ തോന്നുന്നു കേട്ടാ. കാന്താരി ഇട്ടായിരുന്നു. ഇനി ഒരു മാങ്ങയും കൂടെ ഇട്ടാ കൊള്ളാം. ആ മാങ്ങയും കൂടെ ഒന്ന് അരി. ചാളയുടെ പരുവുന്നുണ്ടോ? നല്ല അടിപൊളി ചാള കേട്ടാ ഇത്. വേണ്ട പരിഞ്ഞിലൊക്കെ ഉണ്ട്. എല്ലാം ഇട്ട് എല്ലുപൊടിയും കൂടെ ഇടുവാണ് കേട്ടാ. ഓക്കെ, എനിക്ക് തോന്നേ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതൊന്നും ഇട്ടില്ലായിരുന്നു വളം. അതുകൊണ്ടാണ് ഞാൻ നട്ട പിടിക്കാൻ. ഞാൻ മനസ്സിലായ ഇങ്ങനെ ചെയ്യണമായിരുന്നു. വേണ്ടേ, ഞാൻ നടന്നില്ല. ഇല്ല കുഴപ്പമില്ല ചാ. ഇവരെ എന്നെ പ്രോത്സാഹിപ്പിച്ച് വെപ്പിക്കും. എന്നിട്ട് ഇത് കിളിച്ചില്ലെങ്കിൽ എന്റെ മണ്ടക്കിടെ കണ്ടാ ദിവം വെച്ച കണ്ടാ ഇങ്ങനെ ആയിപ്പോയി. ഇത് പറ, എന്റെ കൈ ശരിയല്ല ചാ, എന്റെ കൈക്ക് ഇതില്ല. ഇവരാണ് ആദ്യം നിക്കുന്നത്. കണ്ടാ നീ നട്ട കണ്ടാ, ആ നിക്കുന്ന കണ്ടോ, ഈ നിക്കുന്ന കണ്ടോ, ബാക്കി എല്ലാം പിടിച്ച് എന്റെ മാത്രം കുരുടിച്ച്. ഇതും കൂടെ നട്ടിട്ട് ഇവിടെ ഈ വാഴ, ഇവിടെ നിന്ന വാഴ അടിപൊളി ഒരു കൊലയായിരുന്നു. ഈ പ്രാവശ്യം ഇവിടെ ഏത്തം തന്നെ നട്ടു. വേണ്ട, ഞാൻ ഇനി ഇവിടെ വെച്ചിട്ട് അത് കിളിച്ചില്ലെങ്കിൽ എന്നെ കൊണ്ടക്കിടാനാ. ഞാൻ നടന്നില്ല. വേണ്ട, ഞാൻ 2 നടന്നില്ല, 1 നടന്നത്. 1 നട്ടോളൂ, 1 മതി. ഇനി എല്ലാം കൂടെ ചുമ്മാ ഇതാക്കി കളയണ്ട. ഇവരെന്നെ നിർബന്ധിച്ച് വെപ്പിക്കുക കേട്ടോ. ഇത് ലാസ്റ്റ് വെപ്പാ. ഇത് വന്നില്ലെങ്കിൽ ഞാൻ നിർത്തി ഈ പരിപാടി. 3 ഏത്തനാണ്. ഏത്തങ്കൊല, ഏത്തക്കൊലയാണോ ഞാൻ വയ്ക്കുന്നത്? ഓക്കെ, പറഞ്ഞു കേട്ടാ പൊക്കി. അല്ലെങ്കിൽ ഇവരെല്ലാരും കൂടെ എന്നെ കൊല്ലും. ഓക്കെ ഇല്ലേ ചേ? മണ്ണ് സൈഡിൽ ഇട്ടാൽ ഇങ്ങോട്ട് നോക്ക്. ഇങ്ങനെ ഓക്കെ ഇല്ല മതി. വേണ്ട വേണ്ട വേണ്ട, ഇത് വേണ്ട, കുഴപ്പമില്ല ചേ. എന്നെ കൊണ്ടല്ല ചെയ്യിച്ചിട്ട് ഈ പുല്ലക്കണം പട്ടുപോയ എല്ലാടും എന്റെ കൊണ്ടൊക്കെ വരുമല്ലേ. എടാ പണ്ട് ഇവിടെ വാഴ കളിക്കും. ഇവിടെ വാഴ കളിക്കും. കിളിച്ചില്ലെങ്കിൽ പിന്നെ നിന്റെ കൈ കൊള്ളത്തില്ല. ഇനി മേലെ വെപ്പിക്കത്തില്ല. കണ്ട ഇവര് ഇപ്പൊ തന്നെ പ്ലേറ്റ് വരുന്നു. ഇവിടെ ചോല പണ്ട് പോലെ ഇവിടെ പിടിക്കും. നീ ആദ്യമേ ആ ചോലയുടെ കിഴി കൊണ്ട് നട്ടോണ്ടാ. മണ്ണെന്ന് ഇളകിയില്ലാട്ടോ. ഇളകി കഴിഞ്ഞതിനൊക്കെ സെറ്റായിട്ട് ഈ പ്രാവശ്യം നട്ടത് ആണോ? അതുകൊണ്ട് പിടിക്കാൻ ചാൻസ് ഉണ്ടല്ലേ? പിടിക്കും. ബാക്കി അച്ഛൻ നടങ്ങ കേട്ടാ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇനി ഇത്രയും നട്ടിട്ടുണ്ട്. ഇനി അവിടെ എല്ലാം അങ്ങ് നടും കേട്ടോ. ഇനി അമ്മയും കൂടെ ഒരെണ്ണം നടുവാണ് കേട്ടോ. ഈശ്വരാ, എന്റെ കുഴി ഞാൻ തന്നെ കണ്ടുപിടിക്കും. അച്ഛാ വളരാത്തൊരു കുഴി കൊടു. എന്തിനാ മന്ത്രമൊക്കെ പറയുന്നവര് വളർന്നു വരാൻ. ഓം ക്രീം വാഴ എന്നൊക്കെ ഇപ്പൊ എല്ലാരും നട്ടിട്ടുണ്ട്. ഇനി ആരുടേതാണ് കൂടുതൽ പെർഫോമൻസ് എന്ന് അറിയാം കുറച്ചാൾ കഴിയുമ്പോ. അമ്മയുടെ വാഴ ഇതാണ് കേട്ടോ, ഈ തെങ്ങിന്റെ മൂട്ടി നിൽക്കുന്ന. എന്റേത് അതിന്റെ അപ്പുറത്തേക്കുന്നത്, അവിടെ നിൽക്കുന്നത് എന്റേത്. ഓക്കെ, ഇനി കഴിക്കാൻ കേട്ടോ. നമ്മളൊന്നും കഴിച്ചില്ല. സമയം 5 മണിയൊക്കെ ആയി. ഇല്ലേ? ഇനി എന്റെ മണ്ടയിലോട്ട്
കുഴപ്പമില്ല, നല്ല ഇനിയാ. അതെ, ഇങ്ങോട്ട് ഒഴിച്ചാൽ മതി കറി കേട്ടാ. ഇങ്ങനെ മൂത്തമ്മയൊക്കെ വന്നു കേട്ടാ. ഹായ്. പറ്റി കേട്ടാ നല്ല. ഇവിടെ തന്നെ ഇരിക്കാൻ കേട്ടോ, വേറെ സ്ഥലമൊന്നുമില്ല. ബാക്കി എല്ലായിടത്തും കാട് തന്നെ. വീട്ടിനകത്ത് മൊത്തം പൊടിയാ. ചീനിയും പച്ചരച്ച മീൻകറി. അയ്യോ, പനിഞ്ഞിലൊക്കെ ഉണ്ട്. നല്ല ചീനി. എന്താ ഭയങ്കര ടേസ്റ്റഡേ. ഇതിനകത്ത് മീനും എല്ലാം ഉണ്ട് കേട്ടോ, ലോഡടാ. ഒരു കാന്താരി. ഹാപ്പിയുടെ അടുത്തോട്ട് ഡ്രോൺ വിട്ടു കേട്ടാ. ഹാപ്പിക്ക് എന്തുവാണ് സംഭവം അറിയാൻ വയ്യ. நீ எதுக்காக வந்த? என்ன தொட்டு உன் ரத்தத்தை நான் கொடுத்தேன். ஓடு. ഹലോ, ഹായ് കൊടുക്ക്. ഹായ്. ഹേ ഗൈസ്, അപ്പോൾ നമ്മൾ വാഴയൊക്കെ നട്ടിട്ട് വീടെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മൾ കുറച്ചും കൂടെ വെച്ചുള്ളൂ, കാരണം മറ്റേ പൊടിയൊക്കെ ഇപ്പോൾ ഇട്ടേലേ ഉള്ളൂ. അപ്പോൾ അത് മണ്ണുമായിട്ടൊക്കെ ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞാലേ അത് സെറ്റ് ആവത്തുള്ളൂ, എന്നിട്ടേ ഫുള്ള് നടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ തൽക്കാലം നമ്മൾ കുറച്ച് വാഴ നട്ടിട്ടുണ്ട് പ്രാവശ്യം, അതുകൊണ്ട് നല്ലൊരു വിളവ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും അത്രേ ഉള്ളൂ. എന്തൊരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ പുതിയൊരു വീഡിയോ ആണ്. ബൈ.